മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതയൊക്കെ കമലയുടെ വീട്ടിലേക്ക് അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെ അവിടെയുള്ള കയ്പുകളും ഒക്കെ കുറച്ച് അറിയാനുണ്ട്, അവരുടെ സ്വഭാവം തിരിച്ചറിയാനുണ്ട്. ഞാനേതായാലും അറിഞ്ഞു കഴിഞ്ഞൊരു വ്യക്തിയാണ്, നിങ്ങളും അതറിയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ബബിത അവിടെ നിന്ന് പോവുകയാണ്. കമലയും വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ കമലയ്ക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരൊരു ബാധ്യതയായിട്ടാണ് കമല കാണുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ ചിന്തിക്കുന്നുണ്ട് കമല, നാശങ്ങൾ രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവിടെ നിന്നാൽ മതിയായിരുന്നു. അലീനയെ പുറത്തിറക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവിടെ പോയത്. പക്ഷേ രണ്ടെണ്ണം ഇപ്പോൾ തലയിലായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചിലവും കൊടുക്കണമല്ലോ അവറ്റകൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവശങ്കരമേനോൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ഞാനിവിടെ വന്ന രണ്ടെണ്ണത്തിനെ കുറിച്ച് ആലോചിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ, അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കോളും, അത് നീ കാര്യമാക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് എന്തായാലും അവളെ ഇവിടെ നിന്ന് നിർത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും അവളെ കുറച്ച് സ്വഭാവ ഗുണങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും അവൾക്ക് കുറച്ച് സ്വഭാവക്കേടുകളും ഒക്കെ ഉണ്ട്. അത്തരത്തിലാണ് അവളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ചേട്ടാ പെൺകുട്ടിയല്ലേ, കല്യാണം കഴിച്ച് പോവേണ്ട പെൺകുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കൊച്ച് പഠിച്ചിരിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് നിൻ്റെ മോളെ പോലെ കണ്ടിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതൊന്നും ആരും ഇവിടെ ചോദിക്കാനും പറയാനും വരത്തില്ല. വൈജ എന്തായാലും ഇവിടെ ഇല്ലല്ലോ, വൈജക്കും അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ ആയിരിക്കും. മക്കൾ നന്നാവുക എന്നുള്ളത് ഏതൊരമ്മയ്ക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബബിത മുറിയിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ഫോണിലും കളിച്ച് നേരത്തിനും ഭക്ഷണവും കഴിച്ച് മുറിയിൽ തന്നെ ഇരിക്കുകയാണ് പതിവ്. പക്ഷേ അതൊട്ടും തന്നെ കമലയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഇവിടത്തെ ചോറും തിന്ന് ഞാനും വെച്ചുണ്ടാക്കിയത് തിന്നിട്ട് മുറിയിൽ അങ്ങ് സുഖിച്ചിരിക്കുകയാണ്. ഞാൻ അവളുടെ വേലക്കാരിയായിട്ട് പണിയെടുത്ത് അവൾക്ക് ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കുകയാണല്ലോ, അതൊന്നും നടക്കത്തില്ല, ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചൂലും എടുത്തുകൊണ്ട് ബബിതയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് ബബിത മുറിയിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചൂലുമായിട്ടൊക്കെ വരുന്നത്, ഇവിടെ അടിച്ച് തൂക്കാനാണോ വരുന്നത്? ഞാൻ പറയാനിരിക്കുകയായിരുന്നു, മുറിയിൽ ആകെ പൊടിയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ബബിത. അപ്പോൾ ആ സമയത്ത് കമല പറയുന്നുണ്ട്, അതിന് ഇവിടെ നമ്മളൊക്കെ സ്വയമാണ് വൃത്തിയാക്കാറുള്ളത്, ആ മുറി പിന്നെ പ്രത്യേകിച്ച് ആരും ഉപയോഗിക്കാറില്ലല്ലോ, അത് മോൾക്ക് തന്നതാണ്, അപ്പോൾ ഇനി മോള് വേണം അത് സൂക്ഷിച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ. ഇതാ ചൂല് ഇതാ പിടിച്ചോ, അവിടെയൊക്കെ അടിച്ചു വാരി, അവിടെ അടിച്ചു വാരുന്ന സമയത്ത് ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കണേ, എന്നിട്ട് തുടയ്ക്കാനും ഉണ്ട്, അപ്പോൾ നീ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റുള്ള ജോലിയൊക്കെ ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ, ഇതൊന്നും എനിക്കറിയത്തില്ല, ഞാനിതൊന്നും ചെയ്യാറില്ല, ഞാൻ എൻ്റെ പഠിത്തവും കോളേജും ഒക്കെ ആയിട്ട് വീട്ടിലങ്ങ് നടക്കാറാണ്, അല്ലാതെ എന്നെ കൊണ്ട് അമ്മ ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ലാലീന വന്നിട്ടുണ്ടായിരുന്നത്, അവളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്, ഞാനൊന്നും ചെയ്യത്തില്ല, എനിക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കമലക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളല്ലേ, ഇതൊക്കെ പഠിച്ചിരിക്കണം, ഇതൊക്കെ പഠിക്കാതെ എങ്ങനെയാണ് നീ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക, അതുകൊണ്ട് നീ എന്തായാലും ചെയ്യണം, ഇനി അറിയത്തില്ലെങ്കിൽ ചെയ്തങ്ങ് പഠിക്കുകയാണ് വേണ്ടത്, അങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂലങ്ങ് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ശരീരം ഇടക്കൊക്കെ അനങ്ങുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ തടി വന്ന് ഓവറായി പോകും, അപ്പോൾ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റാതെയാകും, അതൊന്നും വരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യണം, പിന്നെ അതൊക്കെ ചെയ്ത് പഠിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയുടെ മേലേക്ക് ഇട്ടുകൊണ്ട് കനക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ബബിത ചിന്തിക്കുന്നുണ്ട്, നാശം, വീട്ടിലാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു, ഫോണിൽ കളിച്ച് സ്വന്തം കാര്യം നോക്കി നിൽക്കാമായിരുന്നു, ഇതിപ്പോൾ ഇത് ചെയ്യേണ്ടി വരുമല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോൾ കമലാൻ്റിയുടെ വായിൽ കിടക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടിയും വരും, അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യുമെന്നറിയില്ല, ഒരു കണക്കിനെ കണ്ട് ചെയ്ത് കൊടുക്കാം, തട്ടിമുട്ടിയും അവരുടെ കണ്ണിൽ പൊടിയിട്ട് അങ്ങ് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സോടെ ബബിത അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് ഇനിയാണെങ്കിൽ തിരിച്ച് പോകാനും വയ്യ, ഇവിടെ നിന്നാൽ ഇങ്ങനെ ഓരോ പണി എടുക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ബബിത.